നവകേരള സദസ്സ് കഴിഞ്ഞാലും കോൺഗ്രസിന്റെ ജീവൻ രക്ഷാപ്രവർത്തനം തുടരുമെന്നും തെരുവിൽ തല്ലിത്തീർക്കുമെന്നും കെ മുരളീധരൻ MP. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ തറവാടകയുടെ പേരിൽ ദേവസ്വം ബോർഡ് തറക്കളി കളിക്കരുതെന്ന് കെ മുരളീധരൻ. രാജ്ഭവനെ കേരള ഗവർണർ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റിയെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സർവകലാശാലകളിലേക്ക് ലക്ഷണമൊത്ത RSSകാരെ ഒളിച്ചുകടത്താൻ ശ്രമിക്കുന്ന ഗവർണറെ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയം ലജ്ജാകരമാണെന്നും ബിനോയ് വിശ്വം. ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകൾക്ക് പാദരോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇനി റബ്ബർ മെത്ത. ആദ്യഘട്ടത്തിൽ ആനമുത്തശ്ശി നന്ദിനിക്കാണ് റബ്ബർ മെത്ത ഒരുക്കുന്നത്. ഇടയ്ക്ക വിദ്വാൻ തിച്ചൂർ മോഹനന് കലാകേരളത്തിന്റെ യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പാമ്പാടിയിൽ നടന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ നരഭോജി കടുവയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. 3 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയ വിജയകരമെന്ന് സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ. ചലച്ചിത്ര നടി ഗൗതമിയുടെ ഭൂമി തട്ടിയെടുത്ത കേസിൽ 5 പ്രതികൾ അറസ്റ്റ്. ചൂണ്ടലിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന പ്രതികളെ തമിഴ്നാട് പോലീസാണ് പിടികൂടിയത്. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. നവകേരള സദസ്സ് കഴിഞ്ഞാലും കോൺഗ്രസിന്റെ ജീവൻ രക്ഷാപ്രവർത്തനം തുടരുമെന്നും തെരുവിൽ തല്ലിത്തീർക്കുമെന്നും കെ മുരളീധരൻ MP പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അങ്ങനെ പ്രതിഷേധിച്ചവരെയാണ് കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ തല്ലിച്ചതച്ചത്. മുഖ്യമന്ത്രി പിന്നെയും അതിനെ ന്യായീകരിക്കുകയാണ്. വെഞ്ഞാറമൂട്ടിൽ കരുതൽ തടങ്കലിൽ വെച്ചിരുന്ന കുട്ടികളെ DYFI പ്രവർത്തകർ സ്റ്റേഷനിൽ കയറി തല്ലി. അതും ജീവൻ രക്ഷാപ്രവർത്തനമായി മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് തങ്ങൾക്ക് തിരിച്ചും ജീവൻ രക്ഷാപ്രവർത്തനം നടത്തേണ്ട സാഹചര്യമുണ്ടായത്. 23-ന് ജാഥ അവസാനിക്കുന്നതുകൊണ്ട് തങ്ങളുടെ ജീവൻ രക്ഷാപ്രവർത്തനം അവസാനിക്കുന്നില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് തങ്ങളാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് പറയുന്നതിന് പകരം രാഷ്ട്രപതിക്ക് കത്തയക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത്. ഗവർണറുടെ പ്രവർത്തനങ്ങളോട് തങ്ങൾക്ക് ആഭിമുഖ്യമില്ലെന്നും കേരള സദസ്സ് മാന്യന്മാർക്ക് പങ്കെടുക്കാൻ പറ്റിയതല്ലെന്നും അതുകൊണ്ടാണ് തങ്ങൾ ബഹിഷ്കരിച്ചത് എന്നും മുരളീധരൻ പറഞ്ഞു. നവകേരള സദസ്സിൽ മന്ത്രിമാർക്ക് റോളൊന്നുമില്ലാത്തതുകൊണ്ടാണ് മോർണിംഗ് വാക്ക് നടത്തുന്നത് എന്നും അവർ നവകേരള സദസ്സിന്റെ ഭാഗമായി പ്രത്യേകതരം നടത്തം തന്നെ ഉണ്ടാക്കിയെന്നും മുരളീധരൻ പരിഹസിച്ചു. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പ്രതിഷേധിച്ചപ്പോഴാണ് ഞങ്ങളുടെ കുട്ടികളെ കല്യാശ്ശേരി മുതൽ ഏതാണ്ട് കൊല്ലം വരെ തല്ലിയത്. അപ്പോൾ മുഖ്യമന്ത്രി പിന്നെ അതിനെ ന്യായീകരിക്കുക. ഇന്ന് വെഞ്ഞാറമൂട്ടിൽ കരുതൽ തടങ്കലിൽ വെച്ച കുട്ടികളെ DYFI പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലി. അതും ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു. അങ്ങനെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് തിരിച്ചും ജീവൻ രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ജീവൻ രക്ഷാപ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. 23-ാം തീയതി ജാഥ അവസാനിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ രക്ഷാപ്രവർത്തനം അവസാനിക്കുന്നില്ല. ഇപ്പോൾ തല്ലിയ തിരിച്ചില്ലെന്നാണ് നമ്മുടെ LDF കൺവീനർ പറയുന്നത്. അപ്പോൾ നമുക്കെന്തല്ല തല്ലി കണക്ക് തീർക്കാം. അപ്പോൾ പക്ഷേ പിന്നെ തെരുവൽ തമ്മിൽ നടന്നാൽ ഞങ്ങളെ കുറ്റം പറയണ്ട. നവകേരള സദസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം മതിൽ പൊളിക്കൽ യാത്രയായിട്ടാണ് തുടങ്ങിയത്. പിന്നെ അത് തല്ലൽ യാത്രയായിട്ട് മാറി. അങ്ങനെ വന്നപ്പോൾ സഹി കെട്ടപ്പോഴാണ് ഞങ്ങൾ തിരിച്ചടിക്കാൻ തീരുമാനിച്ചത്. തറവാടകയുടെ പേരിൽ തറക്കളി നടത്തരുത് എന്നും തൃശൂർ പൂരം നടത്തിപ്പിന് മനഃപൂർവ്വം ഉണ്ടാക്കിയ തടസ്സമാണ് ഇതെന്നും കെ മുരളീധരൻ MP. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട TN പ്രതാപൻ MP, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവരുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ ആരംഭിച്ച രാപ്പകൽ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണം. 2,20,00,000 രൂപയുടെ പേരിൽ പൂരം മുടക്കാനാണ് ഭാവമെങ്കിൽ തങ്ങൾ അടങ്ങിയിരിക്കാൻ പോകുന്നില്ലെന്ന് മുരളീധരൻ മുന്നറിയിപ്പ് നൽകി. വിശ്വാസമില്ലാത്തവർ ദേവസ്വം ബോർഡ് ഭരിക്കരുതെന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ലെന്നും എല്ലാ മതത്തിന്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാടെന്നും മുരളീധരൻ പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10-ന് നടക്കുന്ന സമാപന സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. തൃശൂർ പൂരപ്രവി സംഘവും സമരത്തിൽ പങ്കെടുത്തു.
ഗവർണർ എന്ന ഭരണഘടനാ പദവിയുടെ ആസ്ഥാനമായ രാജ്ഭവനെ കേരള ഗവർണർ ബി.ജെ.പിയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റിയിരിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സർവകലാശാലകളിലേക്ക് ലക്ഷണമൊത്ത RSSകാരെ ഒളിച്ചുകടത്താൻ ശ്രമിക്കുന്ന ഗവർണറെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയം ലജ്ജാകരമാണെന്നും ബിനോയ് വിശ്വം. CPI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിച്ച VV രാഘവൻ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. ദേശീയ തലത്തിൽ BJPക്കെതിരായുള്ള വിശാല മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസ് കേരളത്തിൽ LDFനെ മുഖ്യ ശത്രുവായി കണ്ട് BJPയുമായി ചങ്ങാത്തത്തിലാണ്. കേരളത്തിലെ കോൺഗ്രസ് നെഹ്റുവിനെയും ഗാന്ധിജിയെയും മറന്നുകഴിഞ്ഞു. രാജ്യത്ത് വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയാണെന്ന മോദിയുടെ അവകാശവാദം പച്ചക്കള്ളമാണ്. രാജ്യത്തെ സ്വദേശി സംരംഭങ്ങളെ വിദേശ കുത്തകകൾക്കും കോർപ്പറേറ്റുകൾക്കും അടിയറ വയ്ക്കുകയാണ് മോദി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആകാശവും ഭൂമിയും പാതാളവും വിദേശ കൊള്ളക്കാർക്ക് അടിയറ വയ്ക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റ് ജനാധിപത്യമില്ലാത്ത ഒരു കോട്ട മാത്രമായി മാറിയിരിക്കുന്നു. ഈ കോട്ടയിൽ പ്രതിപക്ഷാംഗങ്ങളോ ചർച്ചകളോ ജനാധിപത്യമോ വേണ്ടെന്നാണ് BJPയുടെ നിലപാട്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് ആരാ ഇപ്പോൾ ഉള്ളത്? പ്രതിപക്ഷത്തിൽ നിന്ന് 2-3 പേര് മാത്രം. ഇതെന്ത് പാർലമെന്റാണ്? പ്രതിപക്ഷത്തെ ഒഴിവാക്കുന്ന പാർലമെന്റ്, പ്രതിപക്ഷത്തെ ഭയപ്പെടുന്ന പാർലമെന്റ്, പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റ്. ആ പാർലമെന്റ് അല്ല. ആ ജനാധിപത്യമല്ല. ഇതാണ് മോദി ഗവൺമെന്റിന്റെ സങ്കല്പമെന്ന് ഈ രാജ്യം തിരിച്ചറിയുന്നുണ്ട്. വലിയൊരു കോട്ട, സൗന്ദര്യബോധത്തിൽ ഒട്ടുമില്ലാത്ത, ധൂർത്തും ധാരാളത്തരവും ഇഷ്ടം പോലെയുള്ള അലങ്കാരങ്ങൾക്കും വർണ്ണപ്പൊലിമയ്ക്കും മാത്രം സ്ഥാനം കൊടുത്ത ഒരു പെരുങ്കോട്ടയാണ് ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റ്. ഒരു വലിയ 7 സ്റ്റാർ ഹോട്ടൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അവിടെ എല്ലാം ഉണ്ട്, ജനാധിപത്യമില്ല. അവിടെ എല്ലാം ഉണ്ട്, ചർച്ചയില്ല. അവിടെ എല്ലാം ഉണ്ട്, പരസ്പര ബന്ധങ്ങളില്ല. ജനാധിപത്യത്തിന്റെ എല്ലാ തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ള ഈ പോക്കിനെ ചെറുക്കാൻ രാജ്യത്തെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചണിനിരക്കേണ്ടതുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA, CPI നേതാക്കളായ E ചന്ദ്രശേഖരൻ, KP രാജേന്ദ്രൻ, CN ജയദേവൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകൾക്ക് പാദരോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇനി റബ്ബർ മെത്ത. ആദ്യഘട്ടത്തിൽ ആനമുത്തശ്ശി നന്ദിനിക്കാണ് റബ്ബർ മെത്ത ഒരുക്കിയിട്ടുള്ളത് എങ്കിലും ഉടൻ തന്നെ മറ്റ് ആനകൾക്കും ഇത്തരത്തിലുള്ള VIP സൗകര്യമൊരുക്കാനാണ് ദേവസ്വത്തിന്റെ തീരുമാനം. കോൺക്രീറ്റ് തറ കെട്ടിപ്പൊക്കിയതിനു മുകളിൽ റബ്ബർ ഷീറ്റ് വിരിച്ചാണ് മെത്ത തയ്യാറാക്കിയിരിക്കുന്നത്. ആനയ്ക്ക് ഇരുഭാഗത്തേക്കും ചെരിഞ്ഞു കിടക്കാൻ പാകത്തിലാണ് നിർമ്മാണം. 8 ലക്ഷം രൂപയാണ് നിർമ്മാണ ചിലവ്. ഗുരുവായൂരപ്പ ഭക്തനായ കോയമ്പത്തൂർ സ്വദേശി മാണിക്കന്റെ വഴിപാടായാണ് തറിയിൽ മെത്ത നിർമ്മിച്ചു നൽകിയത്. എറണാകുളം ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് 6 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. മണ്ണിലെ ചെളിയിൽ നിന്നാണ് ആനകൾക്ക് പാദരോഗം വരുന്നത്. ആനകളുടെ മരണത്തിന് വരെ പാദരോഗം കാരണമാകാറുണ്ട്. നന്ദിനി ദീർഘനാളായി പാദരോഗത്തിന് ചികിത്സയിലായിരുന്നു. ആയുർവേദ ചികിത്സയിൽ കഴിയുന്ന നന്ദിനിക്കിപ്പോൾ രോഗം ശമനമായെങ്കിലും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് തറി റബ്ബറാക്കാൻ ദേവസ്വം തീരുമാനിച്ചത്. കരിങ്കൽ ക്വാറികളിൽ ഉപയോഗിക്കുന്ന റബ്ബർ ഷീറ്റുകളാണ് ഇതിനും ഉപയോഗിച്ചിരിക്കുന്നത്. റബ്ബർ കൊണ്ടൊരുക്കിയ തറിയിൽ ആനയെ കുളിപ്പിച്ചാലും വെള്ളം കെട്ടിനിൽക്കില്ല. പിണ്ടവും തീറ്റയുടെ അവശിഷ്ടങ്ങളും ഒഴുകിപ്പോകും. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ആനകൾക്ക് തറിയിൽ റബ്ബർ ഷീറ്റ് വിരിച്ചു നൽകിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നിർമ്മാണം രാജ്യത്ത് ആദ്യമാണെന്ന് ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി പറഞ്ഞു. ആനയിപ്പോൾ ആ അസുഖം പാദരോഗം എന്നുള്ളത് മാറി. ആ പാദരോഗം മാറുന്നതോടുകൂടി തന്നെ ഇപ്പം നമ്മൾ തന്നെ ഒരു സ്പോൺസറെ കണ്ടെത്തി, മാണിക്കെന്നാണ് പേര്, കോയമ്പത്തൂരാണ് അയാളിപ്പോൾ താമസം. ആൾ മുഖേന നമുക്ക് ഒരു 8 ലക്ഷം രൂപയോളം ചിലവിൽ നമുക്ക് ഇപ്പോൾ തറി പണിയാൻ പറ്റി. അത് പണിതത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആളാണ്, എറണാകുളം സ്വദേശി. അപ്പോൾ അതുകൊണ്ട് പണിയാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനി ആനയ്ക്ക് ഇങ്ങനെ വെള്ളത്തിലും ചെളിയിലും നിൽക്കാതെ തന്നെ നല്ല സംരക്ഷണത്തോടു കൂടി തന്നെ തറിയിൽ നിൽക്കാനും ഇതിനെല്ലാം കൂടി സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയാണ്. തറികളിൽ പൂഴിമണൽ വിരിച്ചാണ് നിലവിൽ ദേവസ്വം പാദരോഗത്തെ മറികടക്കുന്നത്. തറി വൃത്തികേടാവുന്നതിനനുസരിച്ച് മണൽ മാറ്റിക്കൊണ്ടിരിക്കണം. ഇത്തരത്തിൽ ദേവസ്വത്തിന് ലക്ഷങ്ങളുടെ ചിലവാണ് വരുന്നത്. റബ്ബർ തറിയിലൂടെ ഭാരിച്ച ചിലവ് മറികടക്കാനാകും. തറികളിലെ മണൽ വാരിത്തിന്ന് ആനകൾക്ക് എരണ്ടകെട്ടും വരാറുണ്ട്. റബ്ബർ തറിയാകുമ്പോൾ ഈ പ്രതിസന്ധിയെയും തരണം ചെയ്യാനാകുമെന്ന പ്രതീക്ഷയുണ്ട്. പാദരോഗ ചികിത്സയിൽ കഴിയുന്ന ചെന്താമരാക്ഷൻ, ഗോപാലകൃഷ്ണൻ എന്നീ കൊമ്പന്മാർക്കുൾപ്പെടെ 4 ആനകൾക്ക് കൂടി റബ്ബർ തറി ഒരുക്കാനാണ് ദേവസ്വം തീരുമാനം. TCV ഗുരുവായൂർ. പ്രശസ്ത ഇടയ്ക്ക വിദ്വാൻ തിച്ചൂർ മോഹനന് കലാകേരളത്തിന്റെ യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു.
ഇടക്കവാദനത്തിൽ തന്റേതായ ശൈലി കൊണ്ട് കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ ഹരം കൊള്ളിച്ച അതുല്യ പ്രതിഭയായ തിച്ചൂർ മോഹനന് അന്തിമോപചാരമർപ്പിക്കാൻ പ്രശസ്ത വാദ്യകലാകാരന്മാരും വാദ്യപ്രേമികളും സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള തിച്ചൂർ മോഹനന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതി നൽകിയാണ് യാത്രയാക്കിയത്. സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി തലപ്പള്ളി തഹസിൽദാർ MC അനുപമൻ പുഷ്പചക്രം സമർപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ സുന്ദർ മേനോൻ, വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, കേരള കലാമണ്ഡലം നിർവാഹക സമിതി അംഗം TK വാസു, CCTV ചെയർമാൻ TV ജോൺസൺ, TCV ചാനൽ വെഞ്ചേഴ്സ് ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ, COA കുന്നംകുളം മേഖലാ പ്രസിഡന്റ് T രാധാകൃഷ്ണൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണന് വേണ്ടി പ്രതിനിധി KK മുരളീധരൻ, എരുമപ്പെട്ടി പ്രസ് ക്ലബിനു വേണ്ടി AM റഷീദ് എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. ഇടക്കയിൽ വിസ്മയം തീർത്ത മഹാപ്രതിഭയാണ് തിച്ചൂർ മോഹനനെന്നും അദ്ദേഹത്തിന്റെ വിയോഗം കലാലോകത്തിന് തീരാനഷ്ടമാണെന്നും പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു. വാദ്യകലാരംഗത്ത് പഞ്ചവാദ്യ മേഖലയിൽ പ്രത്യേകിച്ചും ഏറെ ശ്രദ്ധേയനായ ഒരു ശ്രേഷ്ഠനായ വാദ്യകലാകാരനാണ് തിച്ചൂർ മോഹനൻ. മോഹനൻ വളരെ ചെറുപ്പത്തിലെ തൻ്റെ നിയോഗം ഇടയ്ക്കയിലൂടെ കേരളത്തിലും ലോകത്തിലെമ്പാടും അത് എത്തിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച് വിജയിച്ച ആളാണ്. 45 വർഷം തൃശൂർ പൂരത്തിലെ പ്രസിദ്ധമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ പ്രധാന പങ്കാളിയായിരുന്നു തിച്ചൂർ മോഹനൻ. TCV എരുമപ്പെട്ടി. വയനാട്ടിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് കൊണ്ടുവന്ന നരഭോജി കടുവയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. 3 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്ന് സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ R കീർത്തി അറിയിച്ചു. മണ്ണുത്തി വെറ്ററിനറി സർവകലാശാല സർജറി വിഭാഗം തലവൻ ഡോക്ടർ ശ്യാം വേണുഗോപാലിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. കടുവയുടെ മുഖത്തിനും കാലുകൾക്കുമാണ് ശസ്ത്രക്രിയ നടത്തിയത്. കടുവയെ മയക്കിയതിനു ശേഷമാണ് ശസ്ത്രക്രിയ നടത്തിയത്. വെറ്ററിനറി കോളേജിലെ ജൂനിയർ ഡോക്ടർമാരും സുവോളജിക്കൽ പാർക്കിലെ ജീവനക്കാരും ശസ്ത്രക്രിയയിൽ പങ്കാളികളായി. ചലച്ചിത്ര നടി ഗൗതമിയുടെ 25 കോടിയോളം രൂപ വില വരുന്ന 46 ഏക്കർ ഭൂമി തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ തമിഴ്നാട് പോലീസ് ചൂണ്ടലിൽ നിന്നും പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ അഴകപ്പൻ, ഭാര്യ ആർച്ച, മകൻ ശിവ, മകന്റെ ഭാര്യ ആരതി, ഡ്രൈവർ സതീഷ് കുമാർ എന്നിവരെയാണ് തമിഴ്നാട് ക്രൈംബ്രാഞ്ച് DYSP ജോൺ വിക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ചൂണ്ടൽ എഴുത്തുപുറയ്ക്കൽ ബിൽഡിംഗിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. സംഭവത്തിൽ കുന്നംകുളത്ത് പ്രതികൾക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കി നൽകിയ BJP പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്തു. ഇയാളുടെ മൊബൈൽ ഫോണും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു. ശ്രീപെരുമ്പുതൂരിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഭൂമിയാണ് തട്ടിയെടുക്കപ്പെട്ടത് എന്നും താനും മകളും ഇപ്പോൾ വധഭീഷണി നേരിടുകയാണെന്നും ഗൗതമി നേരത്തെ പരാതി നൽകിയിരുന്നു. ചെന്നൈ പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരുന്നത്. സിനിമാ താരം ഗൗതമിയുടെ 25 കോടിയോളം വിലമതിക്കുന്ന സ്ഥലം തട്ടിയെടുത്ത പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ BJP ചൊവ്വന്നൂർ പഞ്ചായത്ത് അംഗം സജിത വിശാൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM പ്രവർത്തകർ ചൊവ്വന്നൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPM ചൊവ്വന്നൂർ ലോക്കൽ സെക്രട്ടറി സജി മാസ്റ്റർ, CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം പ്രശാന്ത് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തൃശൂർ ജനറൽ ആശുപത്രി കോമ്പൗണ്ടിൽ മരം കടപുഴകി വീണ് 6 ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പാർക്കിംഗ് ഏരിയയിലെ മരമാണ് കടപുഴകി വീണത്. പരിസരത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ജീവപര്യന്തം തടവിനും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. വെങ്ങണിശ്ശേരി കളരിക്കൽ വീട്ടിൽ സലീഷിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ ജഡ്ജി KE സ്വാലിഹ് ശിക്ഷിച്ചത്. 2016 കേസിനാസ്പദമായ സംഭവം. കുടുംബവഴക്കിനെ തുടർന്ന് പ്രതി സഹോദരനായ അഭിലാഷിനെ വിളക്കുകൊണ്ടും ചിരവകൊണ്ടും ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. കണിമംഗലം പാടത്ത് 2 ഓട്ടോറിക്ഷകൾ ദുരൂഹ സാഹചര്യത്തിൽ കത്തിനശിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. പാലിക്കൽ പാലിശ്ശേരി സ്വദേശി
പാറമേൽ വീട്ടിൽ അനന്തകൃഷ്ണനെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ഷാഡോ പോലീസും നെടുപുഴ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. RC ഉടമയോടുള്ള വൈരാഗ്യം മൂലമാണ് ഓട്ടോകൾ കത്തിച്ചതെന്ന് പ്രതി പോലീസിനെ മൊഴി നൽകി. ഉടമയുടെ പേരിലുള്ള 2 വാഹനങ്ങളിലൊന്ന് പ്രതിയായ അനന്തകൃഷ്ണനും മറ്റൊന്ന് കോലഴി സ്വദേശി ബൈജുവിനും ഓടിക്കുന്നതിനായി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ബൈജുവിനെ അനന്തകൃഷ്ണൻ വിളിച്ചു വരുത്തുകയും തുടർന്ന് ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി ബൈജു ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ബലമായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്താണ് ഇരുവാഹനങ്ങളും പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. നെടുപുഴ SI KK സന്തോഷ്, CS നെൽസൺ, ഷാഡോ പോലീസ് SIമാരായ NG സുബ്രതകുമാർ, PM റാഫി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലോഡ്ജുകളിലും ഹോട്ടലുകളിലും കയറി മൊബൈൽ ഫോണും വിലയേറിയ വസ്തുക്കളും മോഷണം നടത്തുന്നയാളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിഞ്ഞാലക്കുട പൊറത്തിശ്ശേരി സ്വദേശി കൂടാരം വീട്ടിൽ മുരുകനെയാണ് SI KT ജെയ്സന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ വടക്കേ ഇന്നർ റോഡിലെ ടൂറിസ്റ്റ് ഹോമിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിലാണ് പ്രതി പിടിയിലായത്. ASI അഭിലാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ NN സുധാകരൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ KV വിപിൻ, MR അനൂപ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂരിൽ വീണ്ടും പോലീസുകാരന്റെ ആത്മഹത്യ. തൃശൂർ സിറ്റി കൺട്രോൾ റൂമിലെ ഡ്രൈവറായ സിവിൽ പോലീസ് ഓഫീസർ ചേർപ്പ് പെരുമ്പിളിശ്ശേരി സ്വദേശി ആറ്റുപുറത്ത് വീട്ടിൽ 40 വയസ്സുള്ള ആദിഷ് ആണ് മരിച്ചത്. പെരുമ്പിളിശ്ശേരിയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ക്രിസ്തുമസ് അവധിക്ക് നാട്ടിലേക്ക് വരാൻ ഒരുങ്ങുന്ന മലയാളികളെ പിഴിഞ്ഞ് ഇരട്ടിയിലേറെ നിരക്കുമായി സ്വകാര്യ ബസ്സുകൾ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നാട്ടിലെത്താൻ 6000 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്കുകൾ. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാൻ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മൾട്ടി ആക്സിൽ AC സ്ലീപ്പർ ബസ്സിന് നിരക്ക് 3390 രൂപയാണ്. മറ്റു ബസ്സുകളിൽ 2000-നും 3000-നും ഇടയിലാണ് നിരക്കുകൾ. എന്നാൽ വെള്ളിയാഴ്ച അത് 6000 രൂപയാകും. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് 4900 വരെയാണ് ടിക്കറ്റ് നിരക്കുകൾ. നോൺ AC സ്ലീപ്പർ ബസ്സുകൾക്ക് നിരക്ക് 2840 രൂപ വരെയാണ് നിരക്ക്. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സംഘടനാ തീരുമാനം മറികടന്നാണ് ഈ വർധനവെന്ന് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. നിലവിൽ അന്തർ സംസ്ഥാന ബസ് സർവീസുകളുടെ നിരക്ക് നിശ്ചയിക്കാൻ ഏകീകൃത സംവിധാനമോ സർക്കാർ ഇടപെടലോ ഉണ്ടായിട്ടില്ല. ഓൺലൈൻ ബുക്കിംഗ് സജീവമായതോടെ സർവീസ് ചാർജ് അടക്കം നിരക്ക് വീണ്ടും ഉയരും. KSRTCയിൽ ചെന്നൈ കൊച്ചി റൂട്ടിൽ വെള്ളിയാഴ്ച മുതൽ 2800, 3300, 3600 എന്നിങ്ങനെയാണ് നിരക്കുകൾ. നിരക്ക് വർദ്ധിച്ചിട്ടും ദക്ഷിണ റെയിൽവേ സ്പെഷ്യൽ സർവീസുകളൊന്നും തന്നെ ഇത്തവണ പ്രഖ്യാപിച്ചിട്ടില്ല. വിമാന ടിക്കറ്റ് നിരക്കും ഇരട്ടിയാണ്. കൊടുങ്ങല്ലൂരിലെ DYFI നേതാവായിരുന്ന KU ബിജു വധക്കേസിൽ വെള്ളിയാഴ്ച കോടതി വിധി പറയും. തൃശൂർ 4ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി രജനീഷാണ് വിധി പറയുക. DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും വിവിധോദ്ദേശ സഹകരണ സംഘം ജീവനക്കാരനുമായിരുന്ന ലോകമലേശ്വരം കാരേക്കാട്ട് ഉണ്ണികൃഷ്ണന്റെ മകൻ ബിജു 2008 ജൂൺ 30-നാണ് ആക്രമിക്കപ്പെട്ടത്. ജൂലൈ 2-നായിരുന്നു മരണം. സഹകരണ ബാങ്കിലെ കുറിപ്പിരിവിനായി സൈക്കിളിൽ പോവുകയായിരുന്ന ബിജുവിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. എടവിലങ്ങ് കരിച്ചാക്കുളത്ത് വീട്ടിൽ ജോബ്, പ്രായപൂർത്തിയാകാത്ത ഒരാൾ, പെരിഞ്ഞനം അമ്പാട്ട് വീട്ടിൽ കല്ലാടൻ ഗിരീഷ്, വെമ്പല്ലൂർ പള്ളിപ്പാട്ട് വീട്ടിൽ സേവ്യർ എന്ന അച്ചായൻ എന്നിവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവ സമയത്ത് മൈനറായിരുന്ന 2ാം പ്രതിയുടെ വിചാരണ തൃശൂർ ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ നടന്നുവരികയാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പാരിപ്പള്ളി R രവീന്ദ്രൻ, അഭിഭാഷകരായ അഭിഷേക് B പിള്ള, അഖിൽ മറ്റത്ത്, YS അർജുൻ എന്നിവർ കോടതിയിൽ ഹാജരാകും. ഇനി ക്രിസ്തുമസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്തുമസ് അടുത്തതോടെ നാടെങ്ങും ആഘോഷ തിരക്കിലായി കഴിഞ്ഞു. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നാണ് എല്ലാ ഭവനങ്ങളിലും ദേവാലയങ്ങളിലും മനോഹരമായി അലങ്കരിക്കുന്ന ക്രിസ്തുമസ് ട്രീകൾ. പണ്ടുകാലത്ത് നിറയെ ചിലകളുള്ള മരക്കൊമ്പുകൾ വെട്ടിയെടുത്ത് അലങ്കരിച്ച് നക്ഷത്രങ്ങളും ലൈറ്റുകളും തൂക്കി ക്രിസ്മസ് ട്രീകൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് അത്തരം രീതികൾക്കെല്ലാം മാറ്റം വന്നിരിക്കുന്നു. നാടൻ ക്രിസ്മസ് ട്രീകൾക്ക് പകരം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പുതിയ തരം ട്രീകൾ ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ അതിഥിയായി എത്തിക്കഴിഞ്ഞു. ലൈറ്റ് പിടിപ്പിച്ച റെഡിമെയ്ഡ് ട്രീകൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. 8 അടി ഉയരമുള്ള മെറ്റൽ നിയോൺ ട്രീക്ക് 3400 രൂപ മുതൽ 4500 രൂപ വരെ വിലയുണ്ട്. പുതുമയാർന്നതും നയനമനോഹരവുമായ ഇത്തരം റെഡിമെയ്ഡ് ട്രീകളാണ് ഇത്തവണത്തെ താരങ്ങൾ. ഇവയിൽ തന്നെ പുതിയ ഇനമായ 8 അടി ഉയരമുള്ള സിൽവർ സ്നോഫാൾ, റോയൽ ഗോൾഡ്, സ്നോ പാസ്റ്റൽ ലൈറ്റ് ട്രീ,
ലക്ഷറീസ്, സ്നോ ട്രീ, ലൈറ്റ് ആൻഡ് ഡാർക്ക് സ്പ്രൗസ് തുടങ്ങിയവയ്ക്ക് 19,500 മുതൽ 24,000 രൂപ വരെയാണ് വില. കൂടാതെ വിവിധ ഉയരങ്ങളിലുള്ള ഗ്രീൻ ഓപ്റ്റിക് ആൻഡ് LED ട്രീ, ലക്ഷറി അമേരിക്കൻ ട്രീ, നോർമൽ ലൈറ്റ് ട്രീ, എവർഗ്രീൻ ട്രീ തുടങ്ങിയവയ്ക്ക് 4,500 രൂപ മുതൽ 13,500 രൂപ വരെയും സാധാരണ ക്രിസ്മസ് ട്രീക്ക് 700 മുതൽ വിലയുമുണ്ട്. പുതിയ തരം ക്രിസ്മസ് ട്രീക്ക് വില അല്പം കൂടുതലാണെങ്കിലും ആവശ്യക്കാരും ഏറെയുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ഉപയോഗം കഴിഞ്ഞ് അഴിച്ചു സൂക്ഷിച്ചു വെച്ചാൽ ദീർഘകാലം ഉപയോഗിക്കാമെന്നതും വീടുകളിൽ അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കാം എന്നതുമാണ് ഇത്തരം ട്രീകളുടെ പ്രത്യേകത. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. ഉണ്ണീശോയ്ക്ക് പൊന്നുടുപ്പ് തയ്യാറാക്കുന്ന തിരക്കിലാണ് കൂനമുച്ചി സ്വദേശി മേരി ചേച്ചി. എല്ലാ തവണയും കൈവരാറുള്ള നിയോഗം ഇത്തവണയും മേരി ചേച്ചിയുടെ കൈകളിൽ ഭദ്രം. കഴിഞ്ഞ 25 വർഷക്കാലമായി കൂനമുച്ചി പള്ളിയിലെ പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണി ഈശോയ്ക്ക് പുതുവസ്ത്രം സ്വന്തം കൈകളാൽ തയ്ച്ചു തയ്യാറാക്കുന്നത് 75-കാരിയായ മേരി ചേച്ചിയാണ്. മക്കളുടെ വിവാഹത്തിന് ശേഷം നല്ല പേരക്കുട്ടികൾ ലഭിക്കാനായി നിയോഗം വെച്ചാണ് ആദ്യകാലത്ത് ഉണ്ണി ഈശോയ്ക്ക് കൊച്ചുടുപ്പുകൾ തയ്യാറാക്കിയിരുന്നത്. പിന്നീട് അത് പതിവ് തെറ്റാതെ ജീവിതത്തിന്റെ ഭാഗമായി. പള്ളിയിലെ മാറി മാറി വരുന്ന വൈദികരുടെ പ്രോത്സാഹനവും വീട്ടുകാരുടെ മാനസിക പിന്തുണയുമായതോടെ എല്ലാ വർഷവും ഉണ്ണി ഈശോയ്ക്കുള്ള പൊന്നുടുപ്പ് തയ്യാറാക്കാനുള്ള നിയോഗം മേരി ചേച്ചിയുടെ കൈകളിൽ ഭദ്രം. മരണം വരെ, എൻ്റെ മരണം വരെ എനിക്ക് തിന്നാൻ കഴിവുള്ളവരെ ഞാൻ തിന്നു കൊടുക്കാമെന്ന് ഞാൻ നിയോഗം വെച്ചിട്ടാണ് ഞാൻ ഓരോ കൊല്ലം ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കുന്നത്. കാലം മാറുന്നതിനനുസരിച്ച് പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണീശോയുടെ രൂപവും വലുതായപ്പോൾ ഉടുപ്പുകളുടെ വലിപ്പവും അതനുസരിച്ച് മാറാറുണ്ട്. കൂനമുച്ചിയിലെ പഴയകാല പത്ര ഏജന്റ് പരേതനായ PT ജേക്കബിന്റെ സഹധർമ്മിണിക്ക് പൂർണ്ണ പിന്തുണയുമായി മക്കളായ ബിജോയ്, റീന, ബീന, ഷീന, മിനി എന്നിവരും പൂർണ്ണ സഹായവുമായി മരുമകൾ ആൻസിയും രംഗത്തുണ്ട്. തന്റെ ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളം ഇതൊരു നിയോഗമായി നടത്തിക്കൊണ്ടുപോകുമെന്ന് മേരി ചേച്ചി പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. കേടുകൂടാതെ അടർത്തി മാറ്റി സൂക്ഷിക്കാവുന്ന പുൽക്കൂടൊരുക്കി വിപണിയിൽ വ്യത്യസ്തനാവുകയാണ് ഗ്രാഫിക് ഡിസൈനർ കൂടിയായ ലെനിൻ ജോയിയും കുടുംബവും. പുൽക്കൂട് നിർമ്മാണത്തിൽ ഓരോ വർഷവും വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന നിശ്ചയത്തിലാണ് ഈ കുടുംബം. പുൽക്കൂട് 6 ഭാഗമാക്കി അടക്കി വെക്കാവുന്ന തരത്തിലാണ് നിർമ്മിക്കുന്നത്. വീണ്ടും അതേപടി പുൽക്കൂടാക്കി മാറ്റുന്നതിന് യോജിപ്പിക്കുന്ന ഭാഗങ്ങളിൽ കാന്തം പിടിപ്പിച്ചിട്ടുണ്ട്. ആവശ്യം കഴിഞ്ഞാൽ അതേ പെട്ടിയിൽ തന്നെ സുരക്ഷിതമാക്കി സൂക്ഷിക്കാനും കഴിയും. 2 കിലോഗ്രാം മാത്രം ഭാരമുള്ള പുൽക്കൂടാണ് ഇവർ നിർമ്മിക്കുന്നത്. തെർമോകോൾ, തുണി, ചകിരിനാരുകൾ, സിമന്റ്, പശ എന്നിവയാണ് പുൽക്കൂടൊരുക്കാൻ ഉപയോഗിക്കുന്നത്. ചകിരിനാരുകൾ പാകിയാണ് മേൽക്കൂര ഒരുക്കുക. അകത്ത് വിവിധ വർണ്ണങ്ങൾ മിന്നിമറയുന്ന പ്രകാശം നൽകുന്ന ലൈറ്റുകളും ഘടിപ്പിച്ചാണ് പുൽക്കൂട് സജ്ജമാക്കുന്നത്. 5 വർഷം മുൻപ് ചകിരിനാരുകളും സിമന്റും ഉപയോഗിച്ച് ചെടിച്ചട്ടികൾ നിർമ്മിച്ചാണ് വേറിട്ട ശൈലിയിലേക്ക് കടന്നത്. വിവിധ ഘട്ടങ്ങളിലായി 5 ദിവസം കൊണ്ടാണ് ഓരോ പുൽക്കൂടും പൂർത്തിയാക്കുക. അപ്പോൾ വലിയ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇത് കൊണ്ടുപോകാനായാലും അയക്കാനാണെങ്കിലും ആർക്കും അയച്ചു കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു വയ്ക്കാനുള്ള സ്ഥലപരിമിതിയും എല്ലാം ഓർക്കുമ്പോൾ നമ്മൾക്ക് വീടുകളിൽ തന്നെ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരെണ്ണം ചെയ്യണമെന്ന് കരുതി. അങ്ങനെ പല രീതിയിൽ എങ്ങനെ ജോയിൻ ചെയ്ത് വെക്കാമെന്നുള്ളത് നോക്കി, കട്ടിങ് ഏതെങ്കിലും ഒരുപാട് മെത്തേഡുകൾ നോക്കി. അത് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എനിക്ക് തോന്നിയത് മാഗ്നറ്റ് വെച്ച് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ പീസ്, ഇപ്പോൾ 6 പീസ് അടങ്ങുന്ന ഒരു പുൽക്കൂടാണിത്. ഓരോ വർഷവും ശരാശരി 500ഓളം പുൽക്കൂടുകൾ നിർമ്മിക്കുന്നുണ്ട്. ക്രിസ്മസിന് മുന്നോടിയായി 4 മാസം മുൻപാണ് ഈ കുടുംബം പുൽക്കൂടൊരുക്കി വിപണിയിൽ എത്തിക്കുന്നത്. ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുന്നതിനിടയിലാണ് ലെനിൻ ജോയ് വ്യത്യസ്തമായ മേഖല കൂടി കണ്ടെത്തിയത്. അമ്മ അമ്മിണിയും ഭാര്യ നീനുവും ഒപ്പം ചേർന്നപ്പോൾ പുൽക്കൂടൊരുക്കുന്നത് വരുമാന മാർഗമാക്കി. പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കിയാണ് മാരേക്കാട് പാലക്കൽ കുടുംബത്തിൽ നിന്ന് തിരുപ്പിറവിക്കായി പുൽക്കൂടുകൾ എത്തുന്നത്. ഫെസ്റ്റിവൽ ഡെസ്ക്, മാള. മറ്റു വാർത്തകളിലേക്ക്. കടപ്പുറം അഞ്ചങ്ങാടിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം. 3 ആടുകളെ കടിച്ചുകൊന്നു. ചിന്നിക്കൽ ഷെരീഫയുടെ വീട്ടിലെ ആടുകളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നത്. കൂട്ടമായി എത്തിയ നായ്ക്കൾ കൂടുപൊളിച്ച് ആടുകളെ വകവരുത്തുകയായിരുന്നു. കടപ്പുറം പഞ്ചായത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായിട്ടും പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല എന്ന പരാതി വ്യാപകമാണ്.
ചേർപ്പ് തിരുവുള്ളക്കാവിൽ ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പാറേക്കോവിൽ കാവിൽപ്പാടം പൂണത്ത് വീട്ടിൽ നാരായണന്റെ ഭാര്യ 57 വയസ്സുള്ള കോമളയാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് അപകടം ഉണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ആമ്പല്ലൂർ സെന്ററിൽ പെട്രോൾ പമ്പിനു സമീപത്തെ ഏക്കർ കണക്കിന് പാടത്ത് തീ പടർന്നത് ആശങ്ക പരത്തി. സ്വകാര്യ വ്യക്തിയുടെ പാടം വൃത്തിയാക്കുന്നതിനായി തൊഴിലാളികൾ തീയിട്ടത് ആളിപ്പടരുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കാണാതായതോടെ പുതുക്കാട് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പെട്രോൾ പമ്പിന്റെ ഭാഗത്തേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് ഫ്രാൻസിസ്, പുതുക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വിയ്യൂർ ജില്ലാ ജയിൽ ക്ഷേമദിനാഘോഷം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം BK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. മധ്യമേഖലാ ജയിൽ DIG P അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. ജയിൽ സൂപ്രണ്ട് K അനിൽകുമാർ, കോർപ്പറേഷൻ കൗൺസിലർ രാജശ്രീ ഗോപൻ, ജയിൽ മധ്യമേഖലാ റീജിയണൽ വെൽഫെയർ ഓഫീസർ TG സന്തോഷ്, ജയിൽ വെൽഫെയർ ഓഫീസർ സാജി സൈമൺ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ദേവമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും സാരഥിയായിരുന്ന ഡോക്ടർ MK ജയപ്രകാശിന്റെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് ആസ്ഥാനത്തിന് മുൻപിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്മൃതി മണ്ഡപത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞില പുഷ്പാർച്ചന നടത്തി. സെക്രട്ടറി GG ജോർജ്, ട്രഷറർ KF ജോസ്, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി. കരുണയുടെ ദൂതന്മാർ എന്ന ജീവകാരുണ്യ സംഘടനയുടെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ബാൻഡും കുതിരയും എല്ലാമായി ആടിപ്പാടിയെത്തിയ ക്രിസ്തുമസ് പാപ്പ അന്തേവാസികൾക്ക് കേക്ക് വിതരണം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ ക്രിസ്തുമസ് സന്ദേശം നൽകി. മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ബേബി ലക്ഷ്മി, ഫാദർ വിൻസെന്റ് കണിമംഗലത്തുകാരൻ, സംഘടനാ ഭാരവാഹികളായ ദേവസി ചിറ്റിലപ്പള്ളി, ബെന്നി ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഒല്ലൂരിലെ ടർഫിൽ ഫുട്ബോൾ കളിക്കിടെ ഇടവേളയിൽ വിശ്രമിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെട്ട യുവാവ് ആശുപത്രിയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു. കാട്ടിക്കരക്കുന്ന സ്വദേശി ചെറിയംപറമ്പിൽ 34 വയസ്സുള്ള സൂരജാണ് മരിച്ചത്. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അംഗമായ സൂരജ് അസോസിയേഷൻ അംഗങ്ങൾ നടത്തിയ മത്സരത്തിലെ കളിക്കാരൻ കൂടിയായിരുന്നു. ഫോട്ടോഗ്രാഫറായ സൂരജിനെ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. ഉടനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ശുചിമുറിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നവകേരള സദസ്സ് കഴിഞ്ഞാലും കോൺഗ്രസിന്റെ ജീവൻ രക്ഷാ പ്രവർത്തനം തുടരുമെന്നും തെരുവിൽ തല്ലിത്തീർക്കുമെന്നും K മുരളീധരൻ MP. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ തറവാടകയുടെ പേരിൽ ദേവസ്വം ബോർഡ് തറക്കളി കളിക്കരുതെന്ന് K മുരളീധരൻ. രാജ്ഭവനെ കേരള ഗവർണർ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റിയെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സർവകലാശാലകളിലേക്ക് ലക്ഷണമൊത്ത RSSകാരെ ഒളിച്ചുകടത്താൻ ശ്രമിക്കുന്ന ഗവർണറെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയം ലജ്ജാകരമെന്നും ബിനോയ് വിശ്വം. ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകൾക്ക് പാദരോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇനി റബ്ബർ മെത്ത. ആദ്യഘട്ടത്തിൽ ആനമുത്തശ്ശി നന്ദിനിക്കാണ് റബ്ബർ മെത്ത ഒരുക്കുന്നത്. ഇടയ്ക്ക വിദ്വാൻ തിച്ചൂർ മോഹനന് കലാകേരളത്തിന്റെ യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പാമ്പാടിയിൽ നടന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ നരഭോജി കടുവയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. 3 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയ വിജയകരമെന്ന സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ. ചലച്ചിത്ര നടി ഗൗതമിയുടെ ഭൂമി തട്ടിയെടുത്ത കേസിൽ 5 പ്രതികൾ അറസ്റ്റിൽ. ചൂണ്ടലിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന പ്രതികളെ തമിഴ്നാട് പോലീസാണ് പിടികൂടിയത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.